ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ക്യാൻഡിൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ക്യാൻഡിൽ ഇവിടെ മെൽറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ഞാൻ കുറച്ച് ഡപ്പകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ ഈ ഒരു ബൗളിൻ്റെ അകത്ത് ഇത് വെച്ചേക്കാണ്. ഇനി ഇത് നമുക്ക് വേറെ ബൗളിലോട്ട് മാറ്റാം. ഗൈസ് ഞാൻ 3 പാട്ടുകളാണ് എടുക്കുന്നത്. ഒന്ന് അതിൽ വെച്ചേക്കുന്ന പാട്ടയും ഇത് 2 ഒരു പെയിൻറ്റിൻ്റെ പാട്ടുകളാണ്. അപ്പം പിന്നെ നമ്മൾക്ക് 3 തിരി വേണം. എത്ര ബൗളാണ് എടുക്കുന്നത് അത്രയും തിരി വേണം കേട്ടോ. ഗൈസ് അമ്മ അത് എടുക്കാൻ പറ്റാണ്. ഇത്ര സാധനങ്ങളാട്ടോ വേണ്ടത്. മെഴുകുതിരിയും വേണം. ഗൈസ് ഇന്ന് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ്, നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഞാൻ വയ്ക്കട്ടെ ഗൈസ്. അതിന് മുമ്പ് നമുക്ക് തിരി ഇടണം. ഇത്ര ഇതിൽ മതിയോ? കട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് പിന്നെ കട്ട് ചെയ്യാം. നമുക്കിത് ഒഴിക്കാം. ഓ ഗൈസ്, ഇവിടെ മതി ഗൈസ്. ഇനി ഈ ബൗളാണ്. ഈ ബൗളിൽ നമുക്ക് വെക്കാം ഗൈസ്. ഗൈസ് നമ്മൾ വലിയത് തിരിയിടാൻ പോവാണ്. നമ്മളിങ്ങനെ വെച്ചേക്കാം കേട്ടോ ഗൈസ്. താഴെ വീണത് നമുക്ക് ചിരണ്ടിക്കളയും. ചിരണ്ടാൻ കുറച്ച് പാടാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കുറേ സമയം എടുക്കും കേട്ടോ മെൽറ്റ് ആവാൻ. അതുകൊണ്ടാണ് ഞാൻ മെൽറ്റായി കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തത് ഗൈസ്. നമുക്കത് കുറച്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എത്ര മിനിറ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് ഉണങ്ങുന്ന അത്ര നേരം ഗൈസ്. നിങ്ങൾക്ക് പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. പേരൻസിൻ്റെ കൂടെ ഹെൽപ്പൊക്കെ മേടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാട്ടർ ഇങ്ങനെ വീഴുന്ന അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മെൽറ്റാക്കിയിട്ട് ഏതെങ്കിലും സ്റ്റീലോ കുപ്പി ഗ്ലാസ് പോലത്തെ ബൗളോ ഒക്കെ യൂസ് ചെയ്യാവുള്ളേ. ഞാൻ അങ്ങനെയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ പോയിട്ട് വന്ന കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചത് കാണിച്ചു തരാം ഗൈസ്. അത് ഉണങ്ങുന്ന അത്ര സമയം നമുക്കുണ്ട്. അപ്പം അത് ചെയ്യാം. ഞാനിത് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇവിടുത്തെ വാളക്കോട്ട് കടയിലാണ് കേട്ടോ പോയത്. ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പം ഇത് 2 പെൻസിലാണ്. അവൾക്കും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 പേന, സാധാ പേന മേടിച്ചു. ഇതൊരു ബ്ലാക്കാണ്. ഇത് റെഡ് ആട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഈ റെഡ് വരുന്നത് ഞാൻ ആക്കിയിട്ട് കളിക്കാം. അറിയാൻ പറ്റത്തില്ല കണ്ടോ. എൻ്റെ കൈ ഫുൾ പൊട്ടാണ് ഗൈസ്. അതാണ് ഈ പേന. ഇത് ബ്ലാക്കാണ്, സാധാ ബ്ലാക്ക്. പിന്നെ ഇതൊരു ഗ്ലിറ്റർ പെൻ ആണ് ഗൈസ്. ഞാൻ 3ൻ്റെയും ഫെസിലിറ്റീസ് കാണിക്കാം. ഇത് റെഡ് പെന്നാണ്. റെഡ് പെൻ ഇങ്ങനെ നല്ല ഡാർക്ക് ബ്ലാക്ക് കേട്ടോ. ഇത് ക്യാമറ കാണാമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഗ്ലിറ്ററി പോലൊക്കെയാണ്. ഇത് പിന്നെ ഗ്ലിറ്റർ പെന്ന് പിങ്ക്. നല്ല രസമുണ്ട്. പിന്നെ ഇത് ബ്ലാക്കാണ്. ബ്ലാക്ക് നല്ല ജെൽ പെൻ പോലെ കണ്ടോ. പെട്ടെന്ന് സ്പ്രെഡ് ആവത്തില്ല കേട്ടോ. അപ്പം അതാണ് ഇത് 3. പിന്നെ ഞാനൊരു റബ്ബർ ഇറേസർ മേടിച്ചു. ഡോംസിൻ്റെ സാധാ ഇറേസർ. പിന്നെ എനിക്ക് സ്കൂളിൽ എൻ്റെ ചുണ്ടൊക്കെ ഉണങ്ങും. ഇപ്പോൾ സമ്മർ സീസൺ അല്ലേ, എൻ്റെ ചുണ്ടൊക്കെ ഉണങ്ങും. അപ്പം എനിക്ക് തേക്കാനാണ്. ഇത് ഒരു മിനി വാസ്ലിനാണ് കണ്ടോ ഗൈസ്. ഇതിൻ്റെ ഈ സാധനമൊക്കെ ഇളക്കി കളഞ്ഞ സ്റ്റിക്കർ ഫുൾ ഒട്ടിച്ചേക്കും. അതാണ് എൻ്റെ പണി കണ്ടോ. നല്ല മണം ഗൈസ്. നിങ്ങൾക്ക് മണക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല.
ഇത്ര സംഭവമാണ് മേടിച്ചത്. പിന്നെ അവളുടെ ഞാൻ കാണിച്ചത് ഗൈസ് ഇത്ര സാധനങ്ങളാണ് അവൾ മേടിച്ചത്. അവളുടെ വാസിൽ ഇച്ചിരി എന്നെക്കാട്ടി വലുത് കണ്ടോ, ഇതിനെക്കാട്ടി വലിയ വാസലിനാണ്. ഈ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും ഗൈസ്. തുറന്നേ കണ്ടോ, എൻ്റെ പക്ഷെ ഇങ്ങനെ എടുത്തങ്ങ് കാണിക്കണം. ഇതാണ്. പിന്നെ ഇതൊരു ഗ്ലിറ്റർ എൻ്റെ ഇതാണ് മണം. നിങ്ങൾക്ക് മണക്കാൻ പറ്റത്തില്ല, സോറി. ഇനിയും ഈ ഗ്ലിറ്റർ പെൻ ഒരു ഗോൾഡൻ ആണ് മേടിച്ചത് കണ്ടോ. പിന്നെ എൻ്റെ പോലത്തെ 2 പെൻസില്. ഇത് മറ്റേ സൈഡ് ഫുള്ള് കളർഫുൾ. ഇതൊരു ഇങ്ങനത്തെ ബ്ലൂ ആണ്. ഡോംസ് ആട്ടോ, ഞങ്ങളെപ്പോഴും ഡോംസാണ് മേടിക്കുന്നത്. പിന്നെ ഒരു പേന. ഇത് ഒരു ബ്ലൂ സാധാ എല്ലാവർക്കും അറിയാവുന്നൊരു പേനയാണ് ഇത്. പലർക്കും അറിയാം കേട്ടോ ഈ പേന. ഓ ഓക്കെ, ഫസ്റ്റ് എഴുതിയപ്പം തെളിഞ്ഞില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു റൈസർ. ഗൈസ് ഇത്രയാണ് അവളും മേടിച്ചത്. നമുക്ക് നമ്മളുടെ ക്യാൻഡിൽ എന്താണെന്ന് നോക്കാം. ഗൈസ് നമ്മുടെ ക്യാൻഡിൽ ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ. കുറച്ചൊന്ന് മെൽറ്റ് ഉണ്ട്, പക്ഷേ ഇത് കണ്ടോ, ഗും ഗും ഗുംനാസ്റ്റിക് ഗൈസ് നമ്മുടെ ബേർഡ്സ്. ഗൈസ് ഇപ്പം 8 ബേർഡ്സ് ഉണ്ട് കേട്ടോ. വേണ്ട, ഇവൻ കുളിച്ചിട്ട് നിൽക്കുകയാണ്. മേളിൽ നിന്നെടുത്ത് ചാടിയതായിരിക്കും കേട്ടോ, വെള്ളത്തിലോട്ട് വീണ് കാണും. 2 കൂടും 3 ചട്ടിച്ചു കൂടുമാണ്. അലപ്പാട്ട, പക്ഷെ ഒരു ഊഞ്ഞാലുണ്ട്, കുറേ കമ്പുകളൊക്കെ ഉണ്ട്. ഗൈസ് ഇത് ചിക്കന് വേണ്ടിയുള്ള ആണ്. ഇതെന്താ, ചിക്കൻ ആണ്. ഗൈസ് ഇത് ഫ്രൈഡ് റൈസിൻ്റെ അരി വേവിക്കാൻ വെച്ചേക്കാണ്. ചിക്കനിലോട്ട് ഇടുവോ ഗൈസ്? നമ്മള് ബിരിയാണി ഫ്രൈഡ് റൈസ് നമ്മള് നട്ട്സൊക്കെ ഇട്ടിട്ട് റെഡിയാക്കും. ചിക്കൻ്റെ മിക്സാണ് ഇത്. ഇതൊക്കെ വറക്കാൻ വെച്ചേക്കാട്ടോ. പട്ട പേരെല്ലാം ഒന്നും എനിക്കറിയത്തില്ല. ഈ പൂ പോലത്തെ സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേര് എനിക്കറിയാം, ജീരകം കുറേ അല്ലേ. പെരുംജീരകം, എന്തായാലും ജീരകമല്ലേ. പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഇതിനകത്ത് കുരുമുളകുണ്ട്, കറുവപ്പട്ട ഉണ്ട്, ഏലക്ക ഒരെണ്ണം ഇട്ടുള്ള ഏലക്ക 2 ഉണ്ട് ഗൈസ്. ഇതിനി ഒന്നുകൂടെ ഉണങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഹാഫ് കട്ട് ചെയ്യണം. എല്ലാത്തിൻ്റെയും നടുക്കായിരുന്നു ശരിക്കും വരേണ്ടത്, പക്ഷെ സൈഡിലേക്ക് കുഴപ്പമില്ല, നടുക്കോട്ട് വെക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇത് മെൽറ്റ് ആയിക്കോളും. പൊട്ടിച്ച് നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്, നിൽക്കുമെന്നറിയില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ഇങ്ങനെ ഇത് വെച്ചാലും. ഓക്കെ, ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പാട്ടയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതൊന്നെങ്കിൽ അടുത്ത വീഡിയോയിലിടും, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഇടും. ഗൈസ് നമ്മുടെ ലിറ്റിൽ ജോയ്, ഇത് മിൽക്ക് പൗഡർ ആണ്. മിൽക്ക് പൗഡർ അല്ല, ഇത് എന്തായിരുന്നത്, ഇത് മിൽക്കിൻ്റെ അകത്ത് ഇടുന്ന ഒരു ബൂസ്റ്റൊക്കെ പോലത്തെ ആണ് ഗൈസ്. ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു രീതിയിൽ ഗൈസ്. ഇതിപ്പം എല്ലായിടത്തും
ഉണ്ട് അല്ലേ? ലിച്ചി ജോയ് ഇതിൻ്റെ ഗമ്മീസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇതിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. നൂഡിൽസ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, കാൽസ്യം ആണ്, വിറ്റാമിൻ എയും വിറ്റാമിൻ സി ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ലിറ്റിൽ ജോയ്. ഇനി ഇതൊന്ന് കത്തിച്ച് നോക്കണം ഗൈസ്. നമ്മുടെ മെഴുകുതിരി എടുത്തിട്ട് നമുക്ക് എനിക്കിത് മതി ഗൈസ്. അവൾ അത് എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇത് രണ്ടും എനിക്ക് രണ്ടല്ലേ എല്ലാവർക്കും കൂടാണ് ഗൈസ്. രാത്രി കറണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അയ്യോ അത് എടുക്കല്ലേ ഇപ്പോഴേ. ഓ ഇവളെ ഗൈസ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതെന്തുവാ പെരിഞ്ചീരകം കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ഫുള്ള് കരിഞ്ഞു. അമ്മ ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ് ബുക്ക് മാർക്ക് പോലെ എൻ്റെ ഡയറിയിൽ ഞാൻ വെച്ചേക്കാണ് കേട്ടോ. നമുക്ക് ഈ പേജ് നോക്കി കുറേ പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഓ മൈ ഗോഡ്, ഇഷ്ടംപോലെ പേജ്. നമുക്ക് പേജ് നമ്മുടെ അസൈൻമെൻ്റ് എല്ലാം കഴിഞ്ഞ് അപ്പം കുറേ സംഭവങ്ങൾ എനിക്ക് ബാക്കിയുണ്ട് കേട്ടോ. അതിൽ നിന്ന് എടുത്താണ് ഈ ഗ്ലിറ്റർ പേപ്പർ. അപ്പം ഞാൻ വരച്ച ഒരു പടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കൂടി ഇത് ചെറിയമ്മയുടെ റൂമാണ്. ഇപ്പം ഞാൻ എടുത്തു ഫ്രണ്ടിനടുത്ത് പോലെ ഇരിക്കുക. ഞാൻ പകുതി അടിച്ചതേ ഉള്ളൂ, വരച്ചല്ല. ഇതൊരു ബുക്ക്, ഒരു ബുക്കിനകത്തുനിന്ന് കീറി എടുത്തതാണ്. കുറേ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഡോർ ചേച്ചി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ബ്ലൂവി കുട്ടൻ വിളിച്ചിരിക്കുകയാണ്. പിന്നെ ഇവരെ കുളിപ്പിക്കാനായിട്ട് ഒരു സോപ്പ് ഉണ്ട്. ഈ സോപ്പ് അല്ല, എൻ്റെ നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ബിക്കോസ് നമ്മൾ കന്യാകുമാരി ടൂർ പോയപ്പോൾ കിട്ടിയ സോപ്പാണ്. ഇത് നമ്മുടെ റൂമിൽ നമുക്ക് എന്താ സോപ്പ് തന്നില്ലായിരുന്നു ഒരു മാമൻ. അതാണ് ഗൈസ്. എനിക്ക് 2 എണ്ണം കിട്ടി, ഇവർക്ക് 2 എണ്ണം കിട്ടി. ടോട്ടൽ 4 എണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നീട് ഈ ഒരു ബൗളിംഗ് ബോളാണ്. ഗൈസ് നമുക്ക് ഇത് അടിക്കാം. ഗൈസ് ഞാനിത് കളർ അടിക്കാൻ പോകുന്നു. ഈ ഒരു ഗൈസ് ഫാൻ ഇട്ടേക്കുന്നതുകൊണ്ടാണ് പറന്നു പോകുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് നമുക്കൊരു ഗ്രീൻ, നമുക്ക് ഈ ഗ്രാസൊക്കെ കൊടുക്കാം. ഞാനിവിടെ കൊച്ചിന്റെ മുടി അടിക്കുകയാണ്. ഗൈസ് എല്ലാവരും നമ്മുടെ ഫുൾ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. തന്നെ കാണണേ, അതെ സ്കിപ്പ് ചെയ്യല്ലേ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഒരു
കാര്യം പറയാം. അടുത്ത പാട്ട് കാണണ്ടാട്ടോ. കാണണം ട്ടോ. അപ്പൊ ഗൈസ് നമ്മള് മെഴുകുതിരിയൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ. ഇപ്പോഴല്ല, അടുത്ത